കേരളത്തിലെ ഒരു ബി.എഡ് കോളേജിൽ നടന്ന വളരെ ആഭാസകരമായ ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ കാണാം തൊലിക്കട്ടി അപാരം തന്നെ. പല രീതിയിലുള്ള കമന്റുകൾ. നാളെയുടെ സൊസൈറ്റിയെ വാർത്തെടുക്കേണ്ട ടീച്ചർമാരാകുന്ന നാളെയുടെ ടീച്ചർമാരായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങുന്ന ബി.എഡ് കോളേജ് അവിടെ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നടത്തുമ്പോൾ നിർബന്ധമായിട്ടും ഇതിനൊക്കെ കടിഞ്ഞാണോ അല്ലെങ്കിൽ കൃത്യമായ കോഡ് ഓഫ് കണ്ടക്റ്റോ വരേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ചർച്ചകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടീച്ചർമാർക്ക് ഡ്രസ് കോഡ് വേണോ എന്നുള്ള ചർച്ചയാവാം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ നിർബന്ധമായിട്ടും ചർച്ചയാവേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പാട്ടോ വേണ്ട എന്ന കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന എൻജോയ്മെന്റും എന്റർടൈൻമെന്റും ഒക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോഴാണ് കുട്ടികൾക്ക് കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും കുട്ടിയുടെ ബൗദ്ധിക വികാസമൊക്കെ ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള തീർത്തും ആഭാസകരമായ കാര്യങ്ങൾ ടീച്ചർ ട്രെയിനീസ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയെ അത് നന്നായിട്ട് ബാധിക്കും. സോ ഇതുപോലെയുള്ള ബി.എഡ് കോളേജുകളിലും ടീച്ചർമാർക്കൊക്കെ കൃത്യമായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീച്ചർമാരെന്ന് പറയുന്നത് ടോർച്ച് ബിയേഴ്സ് ആൻഡ് റോൾ മോഡൽസ് ആണ്. ഭാവിയിലെ കുട്ടികളെ വഴി നടത്തേണ്ട ഗാർഡിയൻ ആൻഡ് ഗൈഡാണ്. ഒരു പാരന്റിന് ഒരു കുട്ടിയെ രാത്രിയിലും അല്ലെങ്കിൽ രാവിലെ ഈവനിങ് മാത്രമാണ് കുട്ടിയുമായിട്ട് കൂടുതൽ സാമീപ്യം ഉണ്ടാകുന്നത്. അതേസമയം 9 to 5 അല്ലെങ്കിൽ 9 to 4 ഈ സമയത്ത് ഭൂരിഭാഗം സമയം ടീച്ചേഴ്സിന്റെ അടുക്കലാണ് കുട്ടികളുള്ളത്. ടീച്ചേഴ്സിന്റെ ഓരോ ചലനവും കുട്ടികൾ മനസ്സിലാക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തൊരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ടാവും. എഡ്യൂക്കേറ്റേഴ്സായ നമ്മളൊക്കെ നല്ല റോൾ മോഡൽസായി മാറേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്.